നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ജൂലൈ മാസത്തെ പെൻഷൻ അത് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന 2000 രൂപ തന്നെയായിരിക്കും അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുക. നിലവിൽ ഒന്നിലധികം ഗഡുക്കളൊക്കെ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്നൊക്കെയുള്ള അറിയിപ്പുകൾ ഇപ്പോൾ തന്നെ ചില സമൂഹ മാധ്യമങ്ങൾ വഴി വരുന്നുണ്ട്. അപ്പോൾ അത്തരം വാർത്തകളൊന്നും തന്നെ സർക്കാർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചവയല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ ഡേറ്റ് പോലും സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണഗതിയിൽ എല്ലാ മാസവും ലഭിക്കുന്നത് പോലൊക്കെ തന്നെയായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുകയും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ പെൻഷനൊക്കെ മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ട ബയോമെട്രിക് മസ്റ്ററിങ് ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയാണ് നമുക്ക് ചെയ്യാനുള്ള സമയമുള്ളത്. ആ സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ആധാറുമായിട്ട് വേണം എത്തിച്ചേരാൻ. ആധാർ വഴി നമുക്കിത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഇങ്ങനെ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം തുടർന്നങ്ങോട്ട് ഒരു വർഷക്കാലത്തേക്കുള്ള ഈ പെൻഷൻ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗുണഭോക്താക്കളെല്ലാം ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് 2026 ജനുവരി 1 അതിനുശേഷമോ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷ വയ്ക്കുകയും അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുകയും പെൻഷൻ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ 2025 ഡിസംബർ മാസം 31 വരെ പെൻഷൻ മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടതുമാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ AY വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ടാണ് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ആട്ടയ്ക്ക് മാത്രമാണ് 7 രൂപയും 9 രൂപയും ഒക്കെ ഓരോ പാക്കറ്റിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ബാക്കി അരിയാവട്ടെ ഗോതമ്പാട്ടെ ഇതെല്ലാം തന്നെ സൗജന്യമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ത്രൈമാസം മണ്ണെണ്ണ വിതരണം നമുക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ മണ്ണെണ്ണ വാങ്ങുമ്പോൾ നമ്മൾ തുക കൊടുക്കേണ്ടതായിട്ടുണ്ട്. APL വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിൽ സർക്കാർ പറയുന്ന സബ്സിഡി നിരക്ക് ഈടാക്കുന്നതായിരിക്കും. അതുമാത്രമല്ല APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ഇപ്പോൾ ഗോതമ്പ് കൂടി വിതരണമുണ്ട്. 3 കിലോയുള്ള സ്പെഷ്യൽ ഗോതമ്പാണ് ഈ മാസം വിതരണം ചെയ്യുന്നത്. അപ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്ക് നീല റേഷൻ കാർഡുകൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ അതുകൂടി വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നീല വെള്ള റേഷൻ കാർഡിലാണെങ്കിൽ അർഹതയുള്ളവർക്ക് BPL കാർഡിന് അപേക്ഷ വയ്ക്കുകയും ചെയ്യാം. BPL കാർഡിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഈ മാസം 20-ാം തീയതി വരെ ആയിരിക്കും. അതായത് ജൂലൈ മാസം 20-ാം തീയതി വരെ. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 6000 രൂപ ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് പുതുക്കാനുള്ള സമയമായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ സജീവമായിട്ടില്ലായിരുന്ന ഒരു പുതുക്കൽ, അതായത് ബയോമെട്രിക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഫേസ് ഒതൻറ്റിക്കേഷൻ വഴിയൊക്കെ ഇപ്പോൾ നമുക്ക് പുതുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഇത് പുതുക്കുന്നതിന് വേണ്ടി ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായുള്ള PM കിസാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഫോണിൽ ഉണ്ടാവണം. ഫോൺ വഴി ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. ചില സമയത്ത് സൈറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എററുണ്ട്. ചിലപ്പോൾ അത് നിലവിൽ ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ഒന്ന് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ കിസാൻ സമ്മാൻ നിധിയുടെ KYC പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിയിപ്പുകൾ ദിവസേന ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.